ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ബൈബിൾ വായന ഭാഗം യോബിൻ്റെ പുസ്തകം 13:15. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും, ഞാൻ എൻ്റെ നടപ്പ് അവൻ്റെ മുമ്പാകെ തെളിയിക്കും. ക്രിസ്തുയേശുവിലേവർക്കും സ്നേഹവന്ദനം. 23-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. ജീവിതത്തിൻ്റെ ഏറ്റവും അധികം ഇരുളിൻ്റെ നിമിഷങ്ങളിൽ ദൈവസാമീപ്യത്തിൻ്റെ വളരെ ആഴത്തിലുള്ള പ്രഖ്യാപനമാണിത്. അതുപോലെ യോബിൻ്റെ ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിലാണ് യോബ് 13:15 നാം വായിക്കുന്നത്. യോബിന്റെ ജീവിതത്തിൽ തൻ്റെ സമ്പത്തും കുടുംബവും ആരോഗ്യം എല്ലാം തനിക്ക് നഷ്ടപ്പെട്ടു. തൻ്റെ സുഹൃത്തുക്കളിൽ നിന്ന് യാതൊരു സഹായവും തനിക്ക് ലഭിച്ചില്ല. എങ്കിലും താൻ ദൈവത്തിൽ ആശ്രയിക്കുന്നത് തുടരുമെന്ന് താൻ പ്രഖ്യാപിക്കുന്നു. തൻ്റെ ജീവിതത്തിൽ വന്ന കഷ്ടപ്പാടുകളുടെ കാരണം യോബിന് അറിയില്ലായിരിക്കാം. എന്നാൽ അവൻ ഒന്നറിയുന്നു, ദൈവം സ്നേഹമാണ്, അവൻ വിശ്വസ്തനും നല്ലവനുമാണ്. സാഹചര്യങ്ങളെ കണക്കിടാതെ ദൈവത്തോടുള്ള ഉറച്ച പ്രതിബദ്ധത യോബ് പ്രകടിപ്പിക്കുന്നു. താൻ പെട്ടെന്ന് മരിച്ചാലും തൻ്റെ വഴികൾ ശരിയായിരുന്നുവെന്ന് ദൈവത്തിൻ്റെ മുമ്പാകെ തെളിയിക്കും. യഹോവയായ ദൈവം തന്നെ യോബിനെ കുറിച്ച് പറഞ്ഞത്, അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകന്നവനുമായിരുന്നു എന്നാണ്. ദൈവം തന്നെക്കുറിച്ച് പറഞ്ഞ സാക്ഷ്യം താൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല, തൻ്റെ നിർമ്മലത താൻ ഉപേക്ഷിച്ചിട്ടില്ല. യോബ് വിശ്വാസത്താൽ നീതിയുടെ പ്രത്യാശയ്ക്കായി കാത്തിരുന്നു. കർത്താവിൽ പ്രിയരെ, ജീവിതത്തിൽ ഏതൊരു ഭീകരമായ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വന്നാലും വിശ്വാസത്താൽ നീതിയുടെ പ്രത്യാശയ്ക്കായി കാത്തിരിക്കണം. ദൈവത്തിൽ നിന്ന് എല്ലാ കൃപയും നിത്യമായ സന്തോഷവും മഹത്വവും യോബ് പ്രതീക്ഷിച്ചു. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും, ഞാൻ എൻ്റെ നടപ്പ് അവൻ്റെ മുമ്പാകെ തെളിയിക്കുമെന്നുള്ളത് യോബിൻ്റെ സമ്പൂർണ്ണ വിശ്വാസത്തിൻ്റെ ആഴത്തിലുള്ള പ്രസ്താവനയാണ്. കടുത്ത പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ യോബിൻ്റെ വിശ്വാസ പ്രസ്താവന നമുക്ക് ആശ്വാസം ഉളവാക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കും. ഗോഡ് ബ്ലസ് us all.